ശബരിമലയിൽ ഉൾവനത്തിൽ വെച്ച് കൊക്കയിലേക്ക് വീണ് ആരോ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അയാൾക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? ആൾക്ക് സീരിയസ് ആണ്. അയാളൊന്ന് കാണാൻ പറ്റുമോ? ആരെയും കടത്തിവിടരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. 48 മണിക്കൂർ കഴിഞ്ഞിട്ട് അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ പറ്റും. അതുവരെ വിസിറ്റേഴ്സിനെ അകത്തോട്ട് കടത്തിവിടത്തില്ല. അല്ല, സാർ അയാളുടെ റിലേറ്റീവ് ആണോ? ഏയ് അല്ല, ഞങ്ങളൊരു പത്രത്തിൽ നിന്ന് വന്നതാ. അയാളുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയോ? പോലീസ് അത് കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സാറ് നമ്പർ തരുവാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ അറിയിക്കാം. ആ, അത് വേണ്ട, ഞങ്ങൾ ഇങ്ങോട്ട് വന്നോളാം. അയാളുടെ പേര് സാഗർ എന്നാണ്. അത് ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്ന് കിട്ടിയതാ. ഇപ്പോ അതിലുള്ള അഡ്രസ്സ് വെച്ചിട്ടാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ശരി, എന്നാ ഞങ്ങൾ കഴിവത് നാളെ എത്താൻ നോക്കാം. ശരി സർ. എടാ മാർക്കോ, അവന്റെ പേര് സാഗർ എന്നാണല്ലോടാ. ആ, അത് നന്നായി. അപ്പോ അങ്ങനെ ഒരു പേരുകാരൻ ഐസിയുവിനകത്തായതും അയ്യപ്പസ്വാമിയുടെ ഇടപെടലും ഉണ്ടാ. ഐസിയുവിൽ കിടക്കുന്നവന് ബോധമൊന്നും ഇല്ലാത്തോണ്ട് അവൻ നടന്ന കാര്യങ്ങൾ ആരോടും പറയില്ലായിരിക്കും അല്ലേ? ഒന്നും അറിയില്ല. അവൻ അത്രയും താഴ്ചയിലേക്ക് വീണതല്ലേ. മിക്കവാറും അവൻ 48 hours താണ്ടി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. താണ്ടി പോവാതിരിക്കട്ടെ, അവനും ഉടലോടെ മുകളിലോട്ട് പൊയ്ക്കോട്ടെ. ഇവനൊക്കെ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? അങ്ങനെ തന്നെയാ വേണ്ടത്. നീ വാ. ഹലോ കണ്ണേട്ടാ. ഞങ്ങള് ദർശനമൊക്കെ കഴിഞ്ഞ് താഴെ വന്നു. ഒരു കുഴപ്പമില്ല കേട്ടോ. പോയ പോലെ തന്നെ മടങ്ങി വന്നേ. സത്യാണോ കണ്ണേട്ടാ? പിന്നെ ഞാൻ കള്ളം പറയാം തന്നോട്. പിന്നെ യാത്രക്കിടയിൽ വലിയ വലിയ ഒരുപാട് സംഭവങ്ങളുണ്ടായി. അതെന്താണെന്നൊക്കെ അവിടെ എത്തിയിട്ട് ഞാൻ പറയാം. ഞങ്ങള് മാക്സിമം സ്പീഡിൽ എത്തിക്കോളാം. ഞാൻ മഞ്ജുവിന്റെ വീട്ടിലാ. ഞങ്ങൾ അങ്ങോട്ട് തന്നെയാ വരുന്നേ. ശരിയടോ. ശരി കണ്ണേട്ടാ. കുഴപ്പമൊന്നുമില്ലല്ലോ. കണ്ണേട്ടനായിട്ടില്ലേ സംസാരിച്ചേ? അതെ, പോയ പോലെ തന്നെ മടങ്ങി വന്നെന്നാ പറഞ്ഞത്. പിന്നെ അതിന്റെ ഇടയിൽ പറയാൻ മാത്രം എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടായെന്നും പറഞ്ഞു. അതിവിടെ വന്നിട്ടേ പറയുള്ളൂ എന്നും പറഞ്ഞു. കണ്ണേട്ടന്റെ ശബ്ദം കേട്ടല്ലോ. ഇനിയിപ്പൊ അതിനിടയിൽ എന്ത് സംഭവിച്ചാലെന്താ? ഞാൻ പറഞ്ഞില്ലേ കണ്ണേട്ടൻ സന്തോഷത്തോടെ മടങ്ങി വരുമെന്ന്. ഒരു കണക്കിന് ഇത്രയും റിസ്ക് എടുത്ത് മലയ്ക്ക് പോയത് നല്ലതായെടുത്തി. ഇവിടെ ഇരിക്കുമ്പോ കണ്ണേട്ടന് മറ്റുള്ളവരെ പേടിച്ച് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണല്ലോ. മല ചവിട്ടിയത് കൊണ്ട് അത്രയും നടന്നില്ലേ? അത് ശരിയാ മഞ്ജു പറഞ്ഞത്. തോമസ് സാറ് മല ചവിട്ടാൻ പോകുന്ന കാര്യം അറിഞ്ഞിട്ട് ആദ്യം പറഞ്ഞത് അത് നല്ലതാന്നാ. വേറൊന്നും കൊണ്ടല്ല. സ്വാമിയെ ദർശനം നടത്തുന്നത് പോലെ തന്നെ പുണ്യാണ് ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ വനത്തിലൂടെയുള്ള സഞ്ചാരം എന്ന് ഇടയ്ക്ക് സാർ ഓർമ്മിപ്പിച്ചിരുന്നു. എന്തായാലും വിളിച്ചല്ലോ. ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ ഭയന്നതുപോലെ ഒന്നും സംഭവിച്ചില്ലല്ലോ. അത് തന്നെ വലിയ കാര്യം. ഇത് വലിയ കോയിൻസിഡൻസ് ആണല്ലോ. ഹോസ്പിറ്റലിൽ കിടക്കുന്നവന്റെ പേര് സാഗർ എന്നായത്. ഇത് അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവന്റെ പേര് അങ്ങനെ ആയത് എന്തുകൊണ്ടും നന്നായി സാർ. ഇതിപ്പോ സാറിന്റെ ശത്രുക്കളുടെ ചിന്തയിൽ 2 പേര് മരിച്ചു. സാഗർ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ്. പക്ഷേ നമുക്കൊപ്പം 4ാമതൊരാൾ കൂടിയുണ്ടെന്ന് അവർക്കറിയാം. അപ്പോൾ ഇനി മരിച്ചവരിൽ നമ്മൾ 2 ഉണ്ടാവുന്നതായിരിക്കും അവരുടെ സംശയം. അതങ്ങ് തീർത്തു കൊടുക്കണ്ടേ സാറേ? എങ്ങനെ? സാറ് കണ്ടോ, ഞാനൊന്ന് ശബ്ദം മാറ്റി ആ മേഘനൊന്ന് വിളിക്കാൻ പോവാം.